ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൽ നിന്നും എക്കണോമിക്സിൽ വരുന്ന അവസാനത്തെ ഒരു പാഠമാണ്. ചാപ്റ്റർ 10 ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്നുള്ള പാഠഭാഗമാണ്. സോ ഈ ഒരു പാഠം കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു എക്കണോമിക്സിന്റെ SCRT സീരീസ് കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഡേ 1 മുതൽ ഫോളോ ചെയ്തവർക്ക് ഇപ്പം എക്കണോമിക്സിന്റെ SCRT പാഠഭാഗങ്ങളെ പറ്റി ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. പിന്നെ അത് കൂടാതെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പുതുതായിട്ട് തന്നെ പരിചയപ്പെടാനും ഒക്കെ പറ്റിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, എക്കണോമിക്സിൽ ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഇത് ശരിക്കും നമ്മുടെ സിലബസിൽ വരുന്നത് സുപ്രധാന നിയമങ്ങളിലാണ്. അപ്പോൾ സുപ്രധാന നിയമങ്ങളിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ കുറേ വസ്തുതകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത്രത്തോളം ഈ ചാപ്റ്ററിൽ ഇൻഡെപ്ത് ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ സുപ്രധാന നിയമങ്ങൾ എന്നുള്ള ടോപ്പിക്കും കൂടി നമുക്ക് കുറച്ച് പോയിന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കാം, എന്താണ് ഉപഭോഗം, എന്താണ് ഉപഭോക്താവ്, ഇതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ശ്രദ്ധിക്കുക, മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ്. ഓക്കെ, അപ്പം ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. ഇനി വില കൊടുത്തോ അല്ലെങ്കിൽ കൊടുക്കാമെന്ന കരാറിലോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഉപഭോക്താവിന്റെ സംതൃപ്തിയെ പറ്റി ഇവിടെ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ജോലിക്ക് തടസ്സമല്ല, അതിന്റെ ലക്ഷ്യമാണ്. അദ്ദേഹം നമ്മുടെ ഇടപാടിൽ ഒരു അന്യനല്ല, അദ്ദേഹം അതിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കലല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നത് വഴി അദ്ദേഹം നമുക്ക് ഒരു ഔദാര്യം ചെയ്തു തരികയാണ്. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇതാണ്. നമ്മൾക്കറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണേ. അതായത് ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാന്നുള്ളത് നോക്കിക്കേ. ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത്, അതേപോലെ മായം ചേർക്കുന്നത്, പിന്നെയോ അമിത വില ഈടാക്കുന്നത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത്, സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം വരുന്നത്. അപ്പം സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം വരുന്നത് എന്തിനുദാഹരണമാണെന്ന് പഠിച്ചു വെച്ചോണം. എന്തിനു ഉദാഹരണമാണ്? ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുന്നു എന്നതിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ജസ്റ്റ് വായിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. ഇനി നമുക്കിവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ പറ്റിയാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, അപ്പൊ എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നത്? 1986. ഓക്കെ, ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഫലമായാണ്. അപ്പോ ഈ നിയമം അനുശാസിക്കുന്ന ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ നിയമപ്രകാരം എന്തൊക്കെ അവകാശങ്ങളാണ് കൺസ്യൂമേഴ്സിനുള്ളത്? ഒന്നെന്ന് പറയുന്നത് ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം. അടുത്തതോ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം. അപ്പൊ ഒന്നെന്താണ്? ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം. അടുത്തത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം. അടുത്തതോ ന്യായ വിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. പിന്നെയോ അധികാരികളുടെ മുൻപിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം. അതേപോലെ ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള
അവകാശം. സോ നമ്മുടെ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഈ പറഞ്ഞിരിക്കുന്നതൊക്കെയാണ് ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ വരുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണേ. അടുത്തത് പഠിക്കാനുള്ളത് ഉപഭോക്തൃ കോടതികളെ പറ്റിയാണ്, കൺസ്യൂമർ കോർട്ടുകളെ പറ്റിയാണ്. നോക്കിക്കേ, ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് പരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭിക്കുന്നതിൽ ഉപഭോക്തൃ കോടതികൾ നിർണായക പങ്കുവഹിക്കുന്നു. ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിന് ഉപഭോക്തൃ കോടതികൾക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇനി ഇന്ത്യയിലെ ഉപഭോക്താക്കൾ ഇന്ന് ത്രിതല ഉപഭോക്തൃ കോടതികളുടെ സേവനമാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ജില്ലാ തലത്തില് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഉണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, ദേശീയ തലത്തിലുണ്ട്. ഇങ്ങനെ 3 തലത്തിൽ, അതാണ് പറഞ്ഞിരിക്കുന്നത് ത്രിതല സംവിധാനമാണ് എന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തേത് നോക്കിക്കോ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം. ഇതിന്റെ ഘടന എന്ന് പറയുന്നത് ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു. അതേപോലെ പ്രസിഡന്റും 2 അംഗങ്ങളുമാണ് ഉള്ളത്. ഒരംഗമെങ്കിലും എന്തായിരിക്കും? വനിതയായിരിക്കും. അപ്പോൾ എന്താണ്? ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു, പ്രസിഡന്റും 2 അംഗങ്ങളും ഉണ്ട്, ഒരു അംഗമെങ്കിലും വനിതയായിരിക്കും. ഇവരുടെ അധികാരം എന്താ? 20 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിന്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കുന്നു. ഇനി അടുത്തത് വരുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ഇതെന്തായിരിക്കും? സംസ്ഥാന തലത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റും 2 അംഗങ്ങളുമാണുള്ളത്. ഒരംഗമെങ്കിലും വനിതയായിരിക്കണം. ഇനി കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ ആർക്ക് അധികാരമുണ്ട്? നമ്മുടെ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. അപ്പം 20 ലാക്ക് ടു എത്രയാണ്? 1 crore ഇതിനിടയ്ക്കുള്ള രൂപ വരെയുള്ള തർക്കങ്ങൾക്കാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അടുത്തതാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇത് എന്തായിരിക്കും? തീർച്ചയായിട്ടും ദേശീയ തലത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റും, ഇവിടെ ശ്രദ്ധിക്കണേ, 4-ൽ കുറയാത്ത അംഗങ്ങളുമുണ്ട്. ഇനി കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ദേശീയ ആയതുകൊണ്ട് തന്നെ അധികാരം വരുന്നത് കേന്ദ്ര സർക്കാരിനാണ്. 1 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. അപ്പൊ എന്താണ്? 1 കോടിക്ക് മുകളിലുള്ള നഷ്ടപരിഹാരം വരുന്ന തർക്കങ്ങളിലാണ് ഇവര്, അതായത് ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ത്രിതല സംവിധാനം. ഇനി നോക്കിക്കേ, സാധാരണ കോടതി നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഉപഭോക്തൃ കോടതികളുടെ നടപടിക്രമങ്ങൾ. ഉപഭോക്തൃ കോടതികളുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. എന്താണ്? ഒന്നെന്ന് പറയുന്നത് നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ്. അതേപോലെ അതിവേഗം നീതി ഉറപ്പുവരുത്തുന്നു. പിന്നെയോ വ്യവഹാര ചെലവ് കുറവാണ്. അപ്പൊ നടപടിക്രമങ്ങൾ ലളിതമാണ്, അതിവേഗം നീതി ഉറപ്പുവരുത്തുന്നു, വ്യവഹാര ചെലവ് വളരെ കുറവാണ്. ഇനി ഇത് കണ്ടോ, ഉപഭോക്താവിനുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നതിന് പരാതി വെള്ളക്കടലാസിൽ ലളിതമായി എഴുതി സമർപ്പിച്ചാൽ മതി. അപ്പൊ എന്താണ്? വേറെ ഫോറവും കാര്യങ്ങളൊന്നുമില്ല, വെള്ളക്കടലാസിൽ ലളിതമായിട്ട് എഴുതി സമർപ്പിച്ചാൽ മതി. പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരത്തിന്റെ മൂല്യം അനുസരിച്ച് കുറഞ്ഞ ഫീസും ഈടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു മാതൃകയൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഉപഭോക്തൃ തർക്കത്തിൽ പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ, അതായത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്ക് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു കോർട്ടിനെ സമീപിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ പോരായ്മകളോ ഒക്കെ സംഭവിക്കുക. അടുത്തത് വിവിധ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടാവുക. ഇനി നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക. അടുത്തത് മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക. അടുത്തതോ ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക. പിന്നെയോ ന്യായരഹിതം, ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക. അടുത്തത് വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ
നമുക്ക് വായിച്ചാൽ മനസ്സിലാവും അല്ലെ. ഇത് ഈ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സുപ്രധാന നിയമങ്ങൾ എന്നുള്ള ആ ടോപ്പിക്കിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കോർട്ടുകളെ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കും എന്നുള്ള രീതിയിൽ. അപ്പം കുറേയൊക്കെ നമുക്ക് കേട്ടാൽ അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാവും അല്ലെ. വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് എന്തെങ്കിലും കേടുപാടുകളോ പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര അതും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടായാൽ, പിന്നെ നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കിയിട്ടുണ്ടെങ്കിൽ, മായം ചേർക്കൽ നിരോധന നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിറ്റാൽ, പിന്നെ ന്യായരഹിതവും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക, പിന്നെയോ വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. ഇതെല്ലാം എന്താണ്, നമുക്ക് കോടതിയെ സമീപിക്കാവുന്ന സന്ദർഭങ്ങളാണ്. ഇനി അടുത്തത്, ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്തൃ കോടതികൾ വഴി ലഭിക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. പകരം സാധനം നൽകൽ അല്ലെ. നമ്മൾ ഒരു സാധനം കേടുപാട് പറ്റി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ എന്താണ്, അതിന് പകരം സാധനം നൽകാം. നൽകിയ പണം അല്ലെങ്കിൽ അധികമായി ഈടാക്കിയ പണം തിരിച്ചു നൽകൽ. പിന്നെയോ നഷ്ടം നികത്തുന്നതിനുള്ള തുക ലഭ്യമാക്കൽ, സേവനത്തിലെ കോട്ടങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകൽ, ദോഷകരമായ വ്യാപാര നടപടികളിൽ നിർത്തലാക്കൽ, ഹാനികരമായ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന നിരോധിക്കൽ, പരാതി ചെലവ് ലഭ്യമാക്കൽ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ത്രിതല ഉപദേശ സമിതികളും രൂപം കൊടുത്തിട്ടുണ്ട്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ എന്നിവയാണവ. അതത് സർക്കാരുകൾക്ക് ഉപഭോക്താവിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നതാണ് ഈ സമിതികളുടെ ധർമ്മം. അപ്പൊ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. ഇനി അടുത്തത് നോക്കിക്കേ. ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് പുറമെ ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു ചില നിയമങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതും ഒന്ന് ജസ്റ്റ് നോക്കുക. ആ ഡേറ്റ് ഒന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് സാധന വിൽപ്പന നിയമമാണ്. വന്നത് 1930 എന്താണ്, സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഗ്യാരണ്ടി, വാറന്റി, വിൽപ്പാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നു. അപ്പൊ സാധന വിൽപ്പന നിയമം എന്നാണ്, 1930 നിയമം നിലവിൽ വന്നത്. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഗ്യാരണ്ടി, വാറന്റി, വിൽപ്പനാനന്തര സേവനം ഇതൊക്കെ ഇതിന്റെ നിയമപരിധിയിൽ വരുന്നതാണ്. അടുത്തതാണ് കാർഷികോൽപ്പന്ന നിയമം. അത് 1937 വരുന്നത്. എന്താണ്, കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് ഈ നിയമം അനുസരിച്ചാണ്. നെക്സ്റ്റ് വരുന്നതാണ് ആവശ്യ സാധന നിയമം 1955. ഓക്കെ. കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. എന്തൊക്കെയാണ്, കൊള്ളലാഭം, പിന്നെയോ പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. അടുത്തത് അളവ് തൂക്ക നിലവാര നിയമം 1976 അളവിലും തൂക്കത്തിലും ഉള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് ഈ നിയമം ഉപകരിക്കുന്നു. അപ്പം ഇയർ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണേ. സാധന വിൽപ്പന നിയമം എന്നാണ്, 1930 കാർഷികോൽപ്പന്ന നിയമം എന്നാ വന്നത്, 1937 1955 നിലവിൽ വന്ന നിയമമാണ് ആവശ്യ സാധന നിയമം. 1976 നിലവിൽ വന്ന നിയമമാണ് അളവ് തൂക്ക നിലവാര നിയമം. ഓക്കെ. അപ്പൊ ആ ഡേറ്റുകൾ പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇത് കണ്ടോ, ഈ ഒരു ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചിലതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തേതാണ് ലീഗൽ മെട്രോളജി വകുപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ്, അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. അപ്പൊ ലീഗൽ മെട്രോളജി വകുപ്പ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. പിന്നെയോ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, നമുക്കറിയാം ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. അടുത്തത് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി, മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു. പിന്നെയോ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്, എന്താണ്, മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നു. അടുത്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, എന്താണ്, ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. സോ ലീഗൽ മെട്രോളജി വകുപ്പ് എന്താണ്, അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പാണെങ്കിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി ആണെങ്കിൽ മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണെങ്കിൽ മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം ഇവ ഉറപ്പുവരുത്തുന്നു. ദെൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. ഇനി അടുത്തത് നോക്കിക്കേ.
സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഉപഭോക്താവിനെ ഈ ചിഹ്നങ്ങൾ സഹായിക്കുന്നു. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്, നോക്കിക്കോണം. ആദ്യത്തെ ഈ ഒരു ചിഹ്നം കണ്ടല്ലോ, ഇത് എന്തിന്റെ ചിഹ്നമാണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ബിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനാണ് ഈ ISI മുദ്ര നൽകുന്നത്. ഇത് ഏതിനൊക്കെയാണ്? വൈദ്യുത ഉപകരണങ്ങൾക്ക്, അതേപോലെ തന്നെ സിമന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാം. അപ്പം ISI മുദ്ര ഏതിലൊക്കെയാണ് കാണുന്നത്? വൈദ്യുത ഉപകരണങ്ങളിൽ കാണാം, സിമന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ, ഇതിലൊക്കെ കാണാം. അടുത്തതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ISO. ഇന്ത്യ അടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ISO മുദ്ര. ഓക്കെ, അപ്പൊ അതെവിടെയൊക്കെയാണ്? ആശുപത്രികള്, അതേപോലെ ബാങ്കുകൾ മുതലായ സേവന സ്ഥാപനങ്ങൾക്കും നിരവധി ഉൽപ്പന്നങ്ങൾക്കും ISO അംഗീകാരം നൽകുന്നുണ്ട്. അടുത്തതാണ് നമുക്കറിയാം സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്ന, അല്ലെ, BIS, അതേപോലെ 100% ഹോൾമാർക്ക്ഡ് ജ്വല്ലറി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. സോ BIS അല്ലെങ്കിൽ BIS എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഈ ഒരു ചിഹ്നം ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് ഈ ചിഹ്നം അന്തർദേശീയമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തതാണെങ്കിലോ, കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് അക്മാർക്ക് എന്നറിയപ്പെടുന്ന ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. കണ്ടോ, അക്മാർക്ക് എന്നറിയപ്പെടുന്ന ചിഹ്നമാണിത്. അടുത്തത് സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയാൻ ഈ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തുന്നു. വെജും നോൺ വെജും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ചിഹ്നങ്ങൾ. അടുത്തത് FPO, പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നു. ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ എന്നതിന്റെ ചുരുക്ക രൂപമാണ് എന്ത്? FPO. എന്താണ് അതിന്റെ ഫുൾ ഫോം? ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്? ഡിസംബർ 24 ആണ്. നോക്കാം, ഡിസംബർ 24 ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നു. 1985 ഡേറ്റ് ഓർത്തോണേ, 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ചുള്ള മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചു. എന്നാണ് അംഗീകരിച്ചത്? 1985. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാരത സർക്കാർ സമഗ്രമായ ഉപഭോക്തൃ സംരക്ഷണം പാസാക്കി. ഈ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24 അപ്പൊ ആ നിയമം വന്നത് 1986 ഡിസംബർ 24 അതുകൊണ്ട് തന്നെ ഡിസംബർ 24 നമ്മൾ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എക്കണോമിക്സിന്റെ SCERT സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ക്ലാസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള പാഠങ്ങളും അല്ലെങ്കിൽ എക്കണോമിക്സിൽ നിന്ന് 2021 മുതൽ 24 വരെ PSC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും വെച്ചുള്ള ഒരു ക്ലാസ് ആണ്. സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.